അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 145. അഗ്നി പോയതിനു പിന്നാലെ പുറത്തേക്ക് ഓടാനൊരുങ്ങിയ മീനുവിന്റെ കയ്യിൽ പെട്ടെന്ന് പൊന്നു കയറി പിടിച്ചു. അവരെ ഒന്ന് സംശയത്തോടെ നോക്കി. അപ്പോഴേക്കും മോഹനും അപ്പവും കൂടി സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. എന്താ പൊന്നു, എന്തിനെന്റെ കൈ പിടിച്ച് വിട്, എന്റെ വ്യാസേട്ടൻ വന്നിട്ടുണ്ട്, മീനു സന്തോഷത്തോടെ പറഞ്ഞു. അതാ നീ എന്തിനാ പൊന്നു മീനുവിനെ പിടിച്ചു വെച്ചേക്കുന്നെ, വിടടി, അവള് പോയിട്ട് ഏട്ടനെ കാണട്ടെ, ജ്വാലയും പറഞ്ഞു. പൊന്നു മീനുവിനെയും ജ്വാലയും പുച്ഛത്തോടെ നോക്കി. പിന്നെ അവളുടെ ഒരു വ്യാസേട്ടൻ, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നൂലോടി, നിന്നെ കാണുമ്പോഴേക്കും അങ്ങേരെ ഓടി വന്ന് എന്റെ മീനുവെന്ന് വിളിച്ച് നിന്നെ കെട്ടിപ്പിടിക്കൂന്ന്. പൊന്നു മീനുവിനെ പരിഹസിച്ചു. മീനുവിന്റെ മുഖം വാടി. അത് ഞാൻ വ്യാസേട്ടനെ വിഷമിപ്പിച്ചോണ്ടല്ലേ, അവള് സങ്കടത്തോടെ ചോദിച്ചു. അത് സത്യം, ആ കാര്യം ജ്വാല എന്നോട് പറഞ്ഞപ്പോ തൊട്ട് എനിക്ക് നിന്നോട് വല്ലാത്ത ദേഷ്യമായിരുന്നു മീനു. പക്ഷെ നീയും ലച്ചുവും അവസാനം ഫ്രണ്ട്സ് ആയിട്ടാണല്ലോ പിരിഞ്ഞെന്ന് കൊണ്ട് മാത്ര ഞാൻ നിന്നോട് ദേഷ്യം കാണിക്കാത്തെ. തെറ്റ് മുഴുവൻ നിന്റെ ഭാഗത്ത് തന്നെയാ, പൊന്നു ഗൗരവത്തോടെ പറഞ്ഞതും മീനുവിന്റെ കണ്ണു കലങ്ങി. പൊന്നു, അത് കണ്ട് ജ്വാല സങ്കടത്തോടെ വിളിച്ചു. പൊന്നു ഒന്നും മിണ്ടാതെ അവളെയും ചേർത്ത് പിടിച്ച് മീനുവിന്റെ റൂമിലേക്ക് നടന്നു. പിറകെ തന്നെ ജ്വാലയും. എന്താ പൊന്നു, എന്നെ വിടുവോ, ഞാൻ വ്യാസേട്ടനൊന്ന് കണ്ടോട്ടടി, മീനു ചുണ്ടുപിളർത്തി. പൊന്നു അവളെ ബെഡിലിരുത്തി അവളുടെ അടുത്തായി വന്നിരുന്നു. ഞാൻ പറയുന്ന നീ ശ്രദ്ധിച്ചു കേക്ക്, വ്യാസേട്ടന് നിന്നെ ഇഷ്ടമാണെന്ന് പുള്ളി പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് ശരി തന്നെയാ. പക്ഷെ അത് പറഞ്ഞ ആ സമയത്ത് പോലും നിന്നോടുള്ള പ്രണയം പൂർണ്ണമായിട്ട് അവസാനിപ്പിച്ചതുപോലെയല്ലേ പുള്ളി സംസാരിച്ച്. അങ്ങനെയുള്ളപ്പോ ഇപ്പൊ നീ വ്യാസേട്ടന്റെ പുറകെ നടക്കുന്നതുകൊണ്ട് എന്താ അർത്ഥം മീനു, പൊന്നു അവളോട് അലിവോട് ചോദിച്ചു. പൊന്നു, വ്യാസേട്ടന് മീനുവിന് ഒത്തിരി ഇഷ്ടാ, വ്യാസ് അവളോട് അന്ന് പറഞ്ഞ ഓർമ്മയിൽ ജ്വാല പറഞ്ഞു. അത് അവള് പൊന്നുവിനോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. പൊന്നു ജ്വാലയെ നോക്കി കണ്ണിച്ചിമ്മി കാണിച്ചു. ജ്വാലയ്ക്ക് അവൾ ഉദ്ദേശിക്കുന്ന എന്താന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും അവള് തലയാട്ടി. പൊന്നു വീണ്ടും മീനുവിനെ നോക്കി. പൊന്നു, വ്യാസേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എനിക്കറിയാത്, അതുകൊണ്ടാ ഞാൻ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ പെട്ടെന്ന് വ്യാസേട്ടൻ ഓടി വന്നതുപോലും, മീനു പറഞ്ഞു. ആയിരിക്കാം, പക്ഷെ എത്ര കാലം ഇഷ്ടം വ്യാസേട്ടൻ മൂടി വെക്കും നിന്റെ മുന്നില്, ആളത് തുറന്നു പറയാൻ നീയും ആഗ്രഹിക്കുന്നില്ലേ? പറയില്ലേ വ്യാസേട്ടൻ, എനിക്കുള്ള ശിക്ഷയാ അത്, മീനു പുഞ്ചിരിച്ചു. പൊന്നൂരും ജ്വാലയ്ക്കും അവളോട് സഹതാപം തോന്നിപ്പോയി. എന്തായാലും ആളുടെ പ്രവൃത്തിയിൽ നിന്ന് നിനക്ക് അറിയാലേ ആൾക്ക് നിന്നെ ഇഷ്ടാണെന്ന്, പൊന്നു വീണ്ടും ചോദിച്ചു. അതെ, എനിക്ക് ഉറപ്പാ, മീനു സംശയമില്ലാതെ പറഞ്ഞു. ജ്വാലയും പൊന്നു ഒരുപോലെ പുഞ്ചിരിച്ചു. ശരി, സമ്മതിച്ചു. അപ്പോ നിന്റെ വ്യാസേട്ടനിപ്പോ വന്നത് നിന്നെ കാണാനാ, പക്ഷെ പുള്ളി അത് സമ്മതിച്ചു തരില്ല. പക്ഷെ ആള് നിന്നെ അന്വേഷിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? പൊന്നുവിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. മീനു അവളെ സംശയത്തോടെ നോക്കി. എന്നെ കാണാൻ തന്നെയാ വ്യാസേട്ടൻ വരുന്നേ, പക്ഷെ സമ്മതിച്ചു തരില്ല പൊന്നു, മീനുവിന് അത് ഉറപ്പാണ്. സമ്മതിക്കണ്ട, പക്ഷെ ആള് ഇന്ന് നിന്നെ അന്വേഷിക്കും, പക്ഷെ അതിന് നീ കൂടെ മനസ്സ് വെക്കണം, പൊന്നു ചിരിയോടെ പറഞ്ഞു. എങ്ങനെ, മീനു കണ്ണു വിടർത്തി. അത് നീ വ്യാസേട്ടനെ കാണാൻ അങ്ങോട്ട് വരാതിരുന്നാ മതി, പൊന്നു പറഞ്ഞു. അയ്യോ, അത് പറ്റില്ല, എന്ന് കണ്ടതാ ഞാൻ, എനിക്ക് കാണണം, മീനു പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ആ, എന്നാ അങ്ങോട്ട് ചെല്ല്, നീ നാണല്ലാതെ അങ്ങോട്ട് ചെന്ന് കണ്ടാ പുച്ഛായിരിക്കാം മുഖത്തുണ്ടാവുക, പക്ഷെ മറിച്ച ആൾ അന്വേഷിച്ച ശേഷം നീ ആളുടെ മുന്നിൽ പോയി നിന്നാ അതിനൊരു അന്തസ്സുണ്ടടി, പൊന്നു പുച്ഛിച്ചു. മീനു പൊന്നുവിനെ ഒന്ന് നോക്കി ആലോചനയോടെ ബെഡിലിരുന്നു. ഇത് വല്ലതും നടക്കൂ പൊന്നു, ജ്വാല അവളുടെ സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞതനുസരിച്ചാ നടക്കും, അല്ലെങ്കിൽ സാധാ പോലെ അവഗണന തന്നെ, പൊന്നു ഉറപ്പിച്ചു പറഞ്ഞു. നീ പറഞ്ഞതനുസരിച്ചോളാ, മീനു പൊന്നുവിന്റെ കയ്യിൽ പിടിച്ച് പെട്ടെന്ന് പറഞ്ഞു. പൊന്നു ഒന്ന് ചിരിച്ചു. നല്ല തീരുമാനം, അപ്പോ നീ ഇവിടെ ഇരിക്ക്, ജ്വാല വാ നമുക്ക് പുറത്തേക്ക് പോവാ, പൊന്നു പറഞ്ഞു. മീനു, ഞങ്ങൾ പുറത്തുണ്ടാവൂട്ടോ, ജ്വാല പറഞ്ഞു. ജ്വാലയിട്ടെത്തി ഇവളുടെ പ്ലാൻ നടക്കുവോ, മീനു സംശയ നിവാരണത്തിനായി ജ്വാലയോട് ചോദിച്ചു. ജ്വാല അവളെ നോക്കി കൈമലർത്തി. ആ, നിക്കറിഞ്ഞൂടാ, സാരല്ല, നോക്കാം നമുക്ക്, വാ പൊന്നു, അതും പറഞ്ഞ് ഡോറുമടച്ച് ജ്വാലയും പൊന്നുവും കൂടി സിറ്റ് ഔട്ടിലേക്ക് പോയി. മീനു ഡോറ് ചെറുതായൊന്ന് തുറന്നു വെച്ചു. എന്നെ കാണരുതെന്നല്ലേ ഉള്ളൂ, എനിക്ക് കാണാലോ, ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ചുമരിലേക്ക് ചാരി നിന്നു. പ്യാസിനെ നോക്കി കള്ളച്ചിരിയോടെ നിൽക്കുകയാണ് അഗ്നി, അപ്പു, മോഹനുമെല്ലാം. എന്താ, അവരുടെ നോട്ടം കണ്ടവൻ മുഖം വീർപ്പിച്ചോണ്ട് ചോദിച്ചു. എന്ത്, ഒന്നുമില്ല, മീനു വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് വന്നതാണോ നീ, അഗ്നി ചോദിച്ചതും വ്യാസിന്റെ മുഖം വിളറിപ്പോയി. പിന്നെ അവള് വന്നാലും വന്നില്ലെങ്കിലും എനിക്കെന്താ, ഞാൻ എൻ്റെ അനിയത്തിയെ കാണാൻ വന്നതാ, എവിടെ ജ്വാല, അവൻ അവരിൽ നിന്ന് രക്ഷപ്പെടാനായി പെട്ടെന്ന് പറഞ്ഞു. അച്ചോ, ഏട്ടൻ അനിയത്തിയോട് സ്നേഹം വഴിഞ്ഞൊഴുകിയതുകൊണ്ട് വന്നതാണോ, അനിയത്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും നാൾ, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടിപ്പോ എത്ര നാൾ കഴിഞ്ഞു എന്ന് അറിയാമോ മനുഷ്യ, അപ്പു അവനെ കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ തിരക്ക്, അവൻ ഇളിച്ചു. ഇപ്പൊ തിരക്ക് തീർന്നോടാ മോനെ, മോഹന്റെ വകയായിരുന്നു അത്, അച്ഛാ, അവൻ അയാളെ ദയനീയമായി നോക്കി. അത് കണ്ട് അഗ്നി, അപ്പു, മോഹനും ചിരിച്ചുപോയി. ഏട്ടാ, ആ നിമിഷം തന്നെ ജ്വാല ഓടി വന്ന് വ്യാസിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നിരുന്നു. എല്ലാവരിൽ നിന്നും തന്നെ രക്ഷിച്ച മാലാഖയെ പോലെ തോന്നി വ്യാസിന് ആ സമയം ജ്വാലയെ. അവൻ അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തലോടി. സുഖാണോ മോളെ, സുഖ ഏട്ടാ, അച്ഛനെയും അമ്മയും കൂടെ കൊണ്ടുവരാറുന്നില്ലേ,
അവള് കവിള് വീർപ്പിച്ച് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ അവളുടെ കവിളിൽ ഒന്ന് തലോടി. ഏട്ടൻ ഓഫീസിൽ പോണോടാ. ഇപ്പോ അവരെ കൊണ്ട് വന്നാൽ തിരിച്ച് അവരെ വീട്ടിലാക്കി വീണ്ടും ഞാൻ ഓഫീസിലേക്ക് തിരിക്കുമ്പോഴേക്കും ഒരു സമയാവും, വ്യാസ് പറഞ്ഞു. അതെന്തിനാ? ഏട്ടന് രാവിലെ അവരെ ഇവിടെ ആക്കിയിട്ട് പൊക്കൂടെ? രാത്രി വന്ന് കൊണ്ടുപോയാ പോരെ? അവൾ ചുണ്ടുകൊട്ടി. അതെന്നെ ഏട്ടത്തി പെണ്ണ് പറഞ്ഞത് കാര്യ വ്യാസേട്ടാ. അപ്പു ജ്വാലയുടെ സപ്പോർട്ടിനെത്തി. അഗ്നി മോഹനും അത് തന്നെ എന്ന ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. ഇനിയൊരിക്കൽ വരുമ്പോ അവരെയും കൂട്ടിയിട്ട് വരാം മോളെ. വ്യാസ് ജ്വാലയ്ക്ക് വാക്ക് നൽകി. ശരി, എന്താ ഇവിടെ തന്നെ നിൽക്കുന്നേ? ഭാഗത്തേക്ക്. അവൾ അവനീന്ന് അകന്നു മാറി. അപ്പോഴാണ് ചുമരിൽ ചാരി നിന്ന് ജ്വാലയും വ്യാസിനെയും പുഞ്ചിരിയോടെ നോക്കി നിൽക്കുന്ന പൊന്നൂനെ വ്യാസ് കാണുന്നത്. അവനും അവളെ നോക്കി ചിരിച്ചു കൊടുത്തു. ചൈതന്യ സൗപർണികയും വന്നിട്ടുണ്ടെന്ന് അഗ്നി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. അവൻ പൊന്നൂനോട് പറഞ്ഞു. പൊന്നു പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പു അവളെ സംശയത്തോടെ നോക്കി. പെണ്ണിന്റെ നാവ് ഇറങ്ങിയോ? മിണ്ടാട്ടം കാണുന്നില്ലല്ലോ. ഓ ഓ, നല്ല കുട്ടി അവൻ നോക്കാവൂ, കുറുമ്പോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. വ്യാസ് പൊന്നൂന് ഒരിക്കൽ കൂടി നോക്കി പതിയെ അകത്തേക്ക് നടന്നു. ആരെയോ കാണാനുള്ള ധൃതി പോലെ അവന്റെ കണ്ണുകൾ ഹാളിലാകെ ആരെയോ തിരഞ്ഞു. അവനൊപ്പം അകത്തേക്ക് കയറിയ ജ്വാലയും പൊന്നു അത് കണ്ട് പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിച്ചു. അപ്പോഴേക്കും ചിത്തു ഹാളിലേക്ക് എത്തി. ആ വ്യാസ്, നീ എത്തിയോ മോനെ? ഇരിക്കേ, ചിത്തു പറഞ്ഞു. ആ അമ്മ. മീനുവിന്റെ റൂമിലേക്ക് കൂടി ഒന്ന് നോക്കി നിരാശയോടെ അവൻ വന്ന് സോഫയിലേക്ക് ഇരുന്നു. അഗ്നി, അപ്പു, മോഹനുമെല്ലാം മീനുവിനെ തിരയുന്നുണ്ട്. അല്ല മീനുയെ. അഗ്നി അത്രയും പറഞ്ഞപ്പോഴേക്കും ജ്വാല പെട്ടെന്ന് വന്ന് അവന്റെ വാപുത്തി പിടിച്ചിരുന്നു. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. മിണ്ടാതിരി ദേവേട്ടാ, മീനു അകത്തുണ്ട്, അവളെ ചോദിക്കല്ലേ പ്ലീസ്. അവൾ പതിഞ്ഞ സ്വരത്തിൽ അവനോടായി പറഞ്ഞു. അപ്പുവും മോഹനും അത് കേട്ട് നെറ്റി ചുളിച്ചു. അഗ്നിയുടെ മുഖവും ചുളിഞ്ഞിട്ടുണ്ട്. എന്താടി ഏട്ടത്തി ഇവിടെ? ഞാനറിയാത്തൊരു പ്ലാൻ. അപ്പു ജ്വാലയ്ക്ക് അടുത്തേക്ക് വന്ന് പതിയെ ചോദിച്ചു. അത് നിങ്ങളുടെ പൊന്നൂന്റെ പ്ലാനാ? ജ്വാല എളിച്ചു. എന്റെ പൊന്നോ? എടി ഏട്ടത്തി തെണ്ടി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. അവന്റെ ചുണ്ടു കൂർത്തു. നീ പോടാ ദേവേട്ടാ, ഈ ചെക്ക നോക്കിയേ. ജ്വാല അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി പരിഭവത്തോടെ പറഞ്ഞു. പക്ഷെ അഗ്നിയുടെ കണ്ണുകളിൽ മറ്റെന്തോ ഭാവം. പിടച്ചിലോടെ അവൾ അവന്റെ ചുണ്ടിൽ നിന്നും കൈയെടുത്തു മാറ്റി. അപ്പുവും മോഹനും അത് കണ്ട് ചിരിയോടെ അവർക്ക് അടുത്തുനിന്ന് മാറി വ്യാസിന്റെ അടുത്തേക്ക് പോയി. പൊന്നു വ്യാസിനെ നോക്കി മീനുവിന്റെ റൂമിന്റെ ചുമരിൽ ചാരി നിൽക്കുന്നുണ്ട്. അകത്തെ റൂമിനുള്ളിൽ നിന്നും ഇടയ്ക്കിടെ മീനുവിന്റെ രണ്ട് കണ്ണുകൾ പുറത്തേക്ക് വരുന്നത് കണ്ട് പൊന്നു അവളെ കൂർപ്പിച്ചു നോക്കുന്നുണ്ട്. അത് കാണുമ്പോ പെണ്ണ് പെട്ടെന്ന് തല അകത്തേക്ക് വലിക്കും. അഗ്നി ജ്വാലയുടെ മുഖത്തേക്ക് പരിഭവത്തോടെ നോക്കി. ദേവേട്ടാ, അവള് വിളിച്ചു. വേണ്ട, മിണ്ടിലടി ഞാൻ. അവന്റെ ചുണ്ടു കൂർത്തു. ഉമ്മ തരാത്തോണ്ടാണോ? അവള് കുറുമ്പോടെ ചോദിച്ചു. നിനക്കിപ്പോ എന്നെ ഇഷ്ടമല്ലല്ലോ, അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? എനിക്ക് ഒത്തിരി ഇഷ്ടാണല്ലോ. അവൾ അവന്റെ ഷർട്ടിൽ കൈ ചുരുട്ടി പിടിച്ചു. ഇഷ്ടാണെങ്കിൽ ഉമ്മ തന്നേനെ, നീ തന്നില്ല. ചെക്കൻ വീണ്ടും നിന്ന് ചിണുങ്ങുവാണ്. അവൾക്ക് ചിരി വന്നു പോയി. എത്ര ഉമ്മ വേണേലും തരാ, പക്ഷെ ഈ മുഖം ഇങ്ങനെ വീർപ്പിച്ചു വെക്കണ്ടാട്ടോ, എനിക്കിഷ്ടമല്ല. അവൾ അവന്റെ ഷർട്ടിന്റെ ബട്ടണിൽ പിടിച്ചു തിരിച്ചു. അവൻ അവളുടെ മുഖം പതിയെ പിടിച്ചുയർത്തി. എന്നാ ഉമ്മതാ. അവൻ പറഞ്ഞതും ജ്വാല കണ്ണുമിഴിച്ച് അവനെ നോക്കി. ഇവിടെ വെച്ചോ? അവൾ ചുറ്റുമുള്ളവരെ ഒന്ന് പാളി നോക്കി. അതിനെന്താ? അവനത് പ്രശ്നമല്ല. അയ്യേ പോയേ ദേവേട്ടാ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തരാം, സത്യമായിട്ടും. അവൾ കൊഞ്ചി. ഇല്ല, നീ എന്നെ പറ്റിക്കും, അഗ്നി പറഞ്ഞു. ജ്വാല അവനെ കണ്ണുരുട്ടി നോക്കി വീണ്ടും ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും വ്യാസിനോട് സംസാരിക്കുകയാണ്. അഗ്നി ഇവളിതെന്താ നോക്കുന്നതെന്ന സംശയത്തിൽ അവളെ നോക്കുന്നുണ്ട്. അടുത്ത നിമിഷം ജ്വാല അവന് നേരെ തിരിഞ്ഞു നിന്ന് അവന്റെ ഇരു ഷോൾഡറിലും കൈയമർത്തി കാലിൽ ഉയർന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു കഴിഞ്ഞിരുന്നു. അഗ്നിയുടെ ചുണ്ടുകൾ വിടർന്നു. ജ്വാല അവന്റെ മുഖത്തേക്ക് നാണത്തോടെ നോക്കി. ബാക്കി പിന്നെ, ഇനി പിണങ്ങല്ലേട്ടോ, അവള് കൊഞ്ചി. അതിന് ഞാൻ പിണങ്ങിയില്ലല്ലോ. അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു. കള്ളനാ, പോ വിട് ദേവേട്ടാ. അവള് കുതറിക്കൊണ്ട് അവനീന്ന് അകന്നു മാറി. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. ജ്വാല വേഗം അവനീന്ന് തിരിഞ്ഞു നിന്നു. അവളുടെ കണ്ണുകൾ തള്ളി. അത്രയും നേരം സംസാരിച്ചു നിന്ന സകല എണ്ണവും അവളെ അഗ്നിയെ മാറി മാറി നോക്കുന്നു. ജ്വാലയെന്ന് തരിച്ചുപോയി. അവള് പൊന്നുവിനെ പാളി നോക്കി. അവളാണെങ്കിൽ അവിടെ അതാ വായൊക്കെ പൊളിച്ചു നിൽക്കുന്നു. എന്റെ കണ്ണാ. ജ്വാല അറിയാതെ വിളിച്ചുപോയി. അപ്പോഴേക്കും പുറകീന്ന് രണ്ട് കൈകൾ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ഷോൾഡറിലേക്ക് താടി കുത്തി വെച്ച് നിന്ന് കഴിഞ്ഞിരുന്നു. ജ്വാല വിറച്ചുപോയി. തുടരും.